സീത എങ്ങോട്ട് വിളിക്കുന്നുണ്ടല്ലോ. ഹായ് സീത. ഹായ് റാം. യു നോ സംതിങ് സീത, ഞാൻ നിന്നെ നോക്കിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് എനിക്ക് നീ എന്റെ അടുത്ത് വന്നതുപോലെയാ തോന്നിയത്. എന്നെ നോക്കി നിൽക്കുകയാണെന്നോ? യാ, ഐ മീൻ ഫോണിൽ നിന്റെ ഫോട്ടോ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. യു ആർ സോ ബ്യൂട്ടിഫുൾ സീത. ആക്ച്വലി ഒരു കാര്യം പറയട്ടെ, ഞാൻ ഇതുവരെയായിട്ട് ഞാൻ നിന്നെ കൃത്യമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന് നിർത്തറാം. നീ എപ്പോഴും യു ആർ സോ ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമല്ലോ, അത് തന്നെ ധാരാളം. ഞാൻ എന്തൊക്കെ പറഞ്ഞാലും അതെന്തായാലും കുറഞ്ഞു പോവുകയുള്ളൂ. ബട്ട് ഐ കാൺ വെയിറ്റ് ടു സീ യു ടുമോറോ സീത. എത്രയും വേഗം നാളെ ഒന്നാവാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുക. സിഹി എന്നോട് ഇതേ ചോദ്യം തന്നെ ചോദിച്ചേ, നാളെ എപ്പോഴാ ആവാന്ന്. ആണോ? ഞാനും അതേ പ്രശ്നത്തില. ഐ എം സോ സോറി സീത. നീ എന്തോ പറയാൻ വേണ്ടി വിളിച്ചതല്ലേ, എന്നിട്ട് ഞാനാ സംസാരിക്കുന്നത്. പലപ്പോഴും ഞാൻ ഓരോന്ന് പറയാൻ വിളിക്കുമ്പോ ഞാൻ പറയാതെ തന്നെ എന്താ കാര്യം നീ മനസ്സിലാക്കാറുണ്ടല്ലോ. നിനക്ക് പറയാനുള്ളത് നിന്റെ വായ കൊണ്ട് കേൾക്കാനാ എനിക്കിഷ്ടം. പറ. എന്ത് പറയാനാറാം? നമ്മള് കല്യാണം കഴിക്കാൻ പോവാണ്. വീടിന് മുന്നിൽ ഒരുക്കം നടക്കുന്നു, കയ്യില് കങ്കണമുണ്ട്, ബഹളവും ഒരുക്കവും ആഘോഷവും, ഇതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷേ എനിക്ക് സിക്ക് ഈ വീട്ടില് ഇന്ന് ലാസ്റ്റ് നൈറ്റാ. ആരോട് പറഞ്ഞിട്ടും മനസ്സിനൊരു സമാധാനം കിട്ടുന്നില്ല. അതാ ഞാൻ നിന്നെ വിളിച്ചേ. സീത, വെറുതെ വിഷമിക്കാൻ നിൽക്കരുത് കേട്ടോ. മുമ്പ് കേട്ടൊരു കാര്യ, പെണ്ണ് കല്യാണം കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ അവളുടെ സ്വന്തം വീട് പിന്നെ അവളുടെ അല്ലാന്ന്. ഭർത്താവിന്റെ വീടാണ് പിന്നെ അവൾക്ക് എല്ലാന്നാ പറയാ. ബട്ട് നിന്റെ കേസ് കുറച്ച് ഡിഫറെന്റാ. നാളെ നീ കല്യാണം കഴിഞ്ഞ് എന്റെ വീട്ടിലേക്ക് വന്നാൽ അതും നിന്റെ വീട് തന്നെയാ. നിങ്ങൾ താമസിച്ച വീടും അതും നിങ്ങളുടെ തന്നെയായിരിക്കും. നിനക്ക് എപ്പോ വേണമെങ്കിലും ആ വീട്ടിലേക്ക് പോവാം, എത്ര നേരം വേണമെങ്കിലും അവിടെ സ്പെൻഡ് ചെയ്യാം. യു ഹാവ് ഓൾ ദ ഫ്രീഡം ടു സ്റ്റേ ദർ. ബിലീവ് മീ. ആ വീട് നീ ഒഴിവാക്കിയിട്ടാണ് വരുന്നെന്നുള്ള ചിന്ത ആദ്യം മനസ്സിനെടുത്ത് കളഞ്ഞേ. അതിന്റെ കൂടെ ഒരു പുതിയ വീടും കൂടി കിട്ടാൻ പോവാന്ന് കരുതി സന്തോഷിക്കേ. താങ്ക് യു റാം. സിഹി പറഞ്ഞത് 100% സത്യവാ. നിനക്ക് ശരിക്കും എന്താ മാജിക് അറിയാം. ഇത്രയും നേരം ഒരുതരം സങ്കടമായിരുന്നു, പക്ഷെ നിന്നോടിപ്പോ സംസാരിച്ചപ്പോ നല്ല ആശ്വാസായി. ഇനി നമ്മൾ കല്യാണം കഴിക്കാൻ വേണ്ടി പോവാ. We are first friends, right? കറക്റ്റ്. നമ്മൾ ഭാര്യയും ഭർത്താവും ആയാലും ഫ്രണ്ട്ഷിപ്പാ ഫസ്റ്റ്. Yeah. Your life partner has to be your best friend എന്ന് എല്ലാവരും പറയാറുണ്ട്. ആ കാര്യത്തില് ഞാൻ ഭയങ്കര ലക്കിയാണല്ലേ. എന്താണെന്നോ, ഞാൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ കല്യാണം കഴിക്കാൻ പോകുന്നത്. പറ സീത, നീ ഇപ്പൊ എന്നെ കല്യാണം കഴിക്കാൻ പോവല്ലേ? ഹൗ ഹാപ്പി ആർ യു ആൻഡ് ഹൗ നെർവസ് ആർ യു? നല്ല സന്തോഷമുണ്ട്. അപ്പോ കുറച്ച് നെർവസ് ആണെന്ന് അർത്ഥം അല്ലേ? അത് എങ്ങനെയാ പറയണ്ടേന്ന് എനിക്കറിയില്ല. വയറിനകത്ത് ബട്ടർഫ്ലൈസ് പറക്കുന്നത് പോലെ തോന്നില്ലേ, അതുപോലെ ഉണ്ട് എനിക്ക്. ഓ, ബട്ടർഫ്ലൈസ് ഇൻ യുവർ ബെല്ലി, റൈറ്റ്? ശരി റാം, ലേറ്റായി, വേഗം കിടന്ന് ഉറങ്ങിക്കോ. ഞാനും കിടക്കാനാ വെയിറ്റ് ചെയ്യുന്നേ. ഇപ്പോ ഞാൻ വേഗം ഉറങ്ങിക്കഴിഞ്ഞാ എത്രയും വേഗം നേരം വെളുക്കുമെന്നായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അല്ലേ? അപ്പൊ എനിക്ക് നിന്നെ വേഗം കാണായിരുന്നു. പോയി കിടന്ന് ഉറങ്ങ്, കണ്ണടച്ച് തുറക്കുമ്പോഴത്തേക്ക് നാളെ ആവും. ഇന്നുറക്കം വരുന്ന കാര്യം ഡൗട്ടാണല്ലോ. അതെന്താ? പിന്നല്ലാതെ, എന്റെ ഫോണില് സുന്ദരിയായ ഒരു കൊച്ചിന്റെ ഫോട്ടോ വന്നിട്ടുണ്ട്. ആ ഫോട്ടോ എങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കാൻ തോന്നുക. ശരി ശരി, അങ്ങനെ ആവട്ടെ. ഗുഡ് നൈറ്റ് റാം. അതുപോലെ എന്റെ ഫോട്ടോയും നിനക്ക് കിട്ടിക്കാണുമല്ലോ. പ്രിയ അയക്കാമെന്ന് പറഞ്ഞായിരുന്നല്ലോ. ഇല്ല, അവൾ ഇതുവരെ അയച്ചിട്ടില്ല. ശരി, ആയിക്കോട്ടെ. ഗുഡ് നൈറ്റ്. ഓക്കെ റാം, ഗുഡ് നൈറ്റ്.
പറഞ്ഞത് ശരിയാണ് റാം. ഞാനും ഇതുവരെ ശരിക്കും അപ്രിഷ്യേറ്റ് ചെയ്തിട്ടില്ല. കാണാൻ നല്ല സുന്ദരന്. ഹായ് സീത, ഓൾ ഓക്കെ? ഹാ റാം, എവറിത്തിങ് ഈസ് ഓക്കെ. ഞാൻ ഇതുവരെ ശരിക്കും അപ്രിഷ്യേറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിരുന്നില്ലേ, അതുകൊണ്ടാ കോൾ ചെയ്തേ. യു ആർ ലുക്കിംഗ് വെരി ക്യൂട്ട്. ഗുഡ് നൈറ്റ് റാം. ഗുഡ് നൈറ്റ് സീത. ബൈ. ബൈ. ഏതു ജന്മ സ്വപ്നമായി കാത്തു കാത്തു നിന്നു നീ, അരികെ വന്നു ചേരുവാനിൻ ജീവനിൽ. ഏതു സ്നേഹമന്ത്രമാകും പാട്ടുമൂളി വന്നു നീ. എനിക്ക് സ്വന്തം എന്ന് പറയാൻ ബാക്കിയുള്ള ഈ വീട് കൈവിട്ടു പോകുമെന്നുള്ള പേടിയുണ്ടായിരുന്നു എനിക്ക്. പക്ഷേ റാം ഇത് വാങ്ങിച്ച ശേഷം വീണ്ടും എനിക്കിവിടെ ജീവിക്കാനുള്ള അവസരം ഒരുക്കി തന്നു. ഈ വീട്ടിൽ എത്ര എത്ര ഓർമ്മകളാണ്. എന്റെ സുഖം, ദുഃഖം, ദേഷ്യം, വേദന, എല്ലാ ഇമോഷൻസും ഈ വീട് കണ്ടിട്ടുണ്ട്. ഒറ്റയ്ക്കായിരുന്നു എനിക്ക് ഒരു വലിയ ആശ്രയം തന്നു. ഇപ്പൊ ഈ വീട് വിട്ടുപോവാന്ന് പറയുമ്പോ മനസ്സിന് വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. പക്ഷെ പോയേ പറ്റൂ. ഞാൻ ചോദിക്കുന്നത് ഒന്ന് മാത്രം വരാമോ? ഞാൻ കാലെടുത്ത് വെക്കുന്ന ആ വീട്ടില് സന്തോഷം മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. സിക്കാണെങ്കിലും ആ വീട് ഈ വീട് പോലെ സന്തോഷം നിറഞ്ഞതായിരിക്കണം. ചേട്ടാ, ക്യാബ് ബുക്ക് ചെയ്തോ? ചെയ്തിട്ടുണ്ട്. അവര് വന്നോണ്ടിരിക്കുക. 5 മിനിറ്റാ കാണിക്കുന്ന. ട്രാഫിക് ജാം ആണ്. അയ്യോ മുത്തശ്ശി, സിഹി പോയി സീതയെ വിളിച്ചോണ്ട് വാ. ഞാൻ ബാക്കിയുള്ളവരെയൊക്കെ വിളിച്ചോണ്ട് വരാം. വാ, ഒന്ന് വേഗം ഇറങ്ങാൻ നോക്ക്. ചേട്ടാ, ബാഗൊക്കെ എടുക്കാൻ നോക്ക് വേഗം. ക്യാബ് ഇപ്പൊ ഇങ്ങനെ വരും. നീ റെഡിയായ മോളെ? ഇറങ്ങിയാലോ? അച്ഛാ, ഇറങ്ങാം. അല്ല, ഇന്ന് മണ്ഡപത്തിൽ പോയി കല്യാണമൊക്കെ കഴിഞ്ഞ് നാളെ ചെക്കന്റെ വീട്ടിലേക്ക് പോകുന്നത് വല്ലാത്തൊരു സന്തോഷല്ലേ? മോളെ, നീയേ ഞങ്ങളെയൊക്കെ കാണാൻ ഈ വീട്ടിലേക്ക് ഇനി എന്നാ വരിക? എന്നാ മുത്തശ്ശ, നിങ്ങൾ സീതമ്മയുടെ കല്യാണത്തിന് വരുന്നില്ലേ? മോളെ, കല്യാണം കഴിഞ്ഞാലേ നീ ആ വീട്ടിലേക്കല്ലേ പോവുക? അതുകൊണ്ടാ ചോദിച്ചേ നീ എപ്പോഴാ വരികന്ന്. നിന്റെ മുത്തശ്ശിക്ക് വലിയ കയ്യാ. നിനക്ക് വേണ്ടി മാത്രം പൂജ ഉണ്ടാക്കുമായിരുന്നു. നീ അങ്ങോട്ട് പോയി കഴിഞ്ഞാലേ എനിക്ക് പൂജയില്ല, മസാലയില്ല. ഇനി ആർക്കെന്ന് വെച്ച പൂരി ഉണ്ടാക്കുന്നേ? മുത്തശ്ശി, വേദനയ്ക്ക് തൈലം തേച്ച് തരണോ? സന്ധ്യാദീപം ഞാൻ തെളിയിക്കട്ടെ? ഭക്ഷണം കഴിച്ചോ എന്നൊക്കെ ചോദിക്കായിരുന്നു. ഇനി ആരാ എന്നോട് അതൊക്കെ ചോദിക്കേ? സീത, എന്നോട് ക്ഷമിക്കണം മോളെ. സന്തോഷമായിട്ട് പറഞ്ഞയക്കണം എന്നായിരുന്നു. പക്ഷെ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. നിങ്ങളില്ലെങ്കിൽ ഞങ്ങൾ അനാഥരായി പോവും. മുത്തശ്ശി, എനിക്ക് വേണ്ടി കരയല്ലേ പ്ലീസ്. ശാന്തേ, എന്താ ഇത്? ചിരിച്ച് യാത്ര അയക്കുന്നതിന് പകരം നീയും കരഞ്ഞ് അവരെ കരയിപ്പിക്കുന്ന എന്തിനാ? കരയരുതെന്ന് തന്നെ കരുതിയതായേട്ടാ. പക്ഷേ പെറ്റ മക്കളെക്കാൾ ഇഷ്ടമായിരുന്നു നമുക്ക് സീതയെ. നമ്മുടെ മക്കളായിരുന്നെങ്കിൽ പോലും നമ്മളെ ഇത്രയധികം സ്നേഹിക്കില്ലായിരുന്നു. പക്ഷെ സീത നമുക്ക് അളവിൽ കൂടുതൽ സ്നേഹം തന്നിട്ടുണ്ട്. നിന്നെ പോലെ നല്ല മനസ്സുള്ള ഒരു പെൺകുട്ടിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല മോളെ. നല്ല മനസ്സാ നിനക്ക്. നല്ല വീട്ടിലേക്കാ പോകുന്നേ. സന്തോഷായിട്ടിരിക്കണം മോളെ. പിന്നെ ഞങ്ങളുടെ സിഹിമോളല്ലേ ശരിക്കും ചക്കരയാ. നിങ്ങൾ തന്ന സ്നേഹത്തിനപ്പോ വിലയില്ലേ അമ്മേ? ആരുമില്ലാതിരുന്ന എനിക്കും സിഹിക്കും നിങ്ങളൊരു കുടുംബമായി.
സിഹിക്ക് നിങ്ങൾ വെറും മുത്തശ്ശനോ മുത്തശ്ശിയോ അല്ല, അവൾക്ക് പെരുമാറാൻ പഠിപ്പിച്ചു കൊടുത്തു, ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. നിങ്ങളല്ലാതെ വേറെ ആരാണെങ്കിലും അതൊരു അയൽപ്പക്കം മാത്രമായി പോയേനെ. എന്റെ അമ്മ വീടാവുമായിരുന്നില്ല. നിങ്ങൾ രണ്ടുപേരെയും വിട്ടുപോകുമ്പോ എനിക്ക് നല്ല വിഷമമുണ്ട്. പെണ്ണെ, ഇത് വിഷമിക്കേണ്ട സമയമൊന്നും അല്ലേ അല്ല. മോൾ അങ്ങനെയൊന്നും പറയാൻ പാടില്ല. നീ കല്യാണ പെണ്ണാ, മുഖത്ത് എപ്പോഴും ചിരി വേണം. ഈ കല്യാണം കഴിഞ്ഞ നമ്മൾ തമ്മിലുള്ള ബന്ധം ഇല്ലാതെയാവില്ല. ഞാൻ ഇടയ്ക്ക് ഇങ്ങോട്ട് വരുമെന്നൊക്കെ പറഞ്ഞല്ലോ മോളെ, അത്രയും മതി മോളെ ഞങ്ങൾക്ക്. ഉറപ്പായോ അമ്മേ, ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വന്നുകൊണ്ടേയിരിക്കും. ശാന്തേ, ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്നാ മതിയോ? ഇറങ്ങണ്ടേ? സമയായില്ലേ? പോകേട്ടാ. സീതേ, വണ്ടി റെഡിയാ, നമുക്ക് ഇറങ്ങിയാലോ? ആ നോക്കു മോനെ, സീതയ്ക്കൊരു ആരതി ഒഴിഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടുവരാം. സുലോചനെ വിളിക്ക്, അപ്പോഴത്തേക്ക് ഈ സാധനങ്ങളൊക്കെ എടുത്ത് വണ്ടിയിൽ വെക്ക്. ശരി. അമ്മേ, ഈ ബാഗെല്ലാം ഞാൻ തന്നെ എടുത്ത് വന്നോളാം. അയ്യോ സീത, നീ കല്യാണ പെണ്ണ് അടങ്ങി നിന്നാ മതി, ഇതൊന്നും ചെയ്യണ്ട. സീതാ, ഡോണ്ട് വറി, ഞാൻ കൊണ്ടുപോയിക്കൊള്ളാം. നീ നടക്ക് സീത, നമുക്ക് വീട്ടിൽ നിന്ന് ആരതി എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങിയാ മതി. ശരി അമ്മേ. വരും മോളെ. സീതമ്മ, നമ്മൾ ഈ വീട് വിട്ടു പോയി കഴിഞ്ഞാ ഇവിടെ ആരും ഉണ്ടാവില്ല. ഈ വീടിനത്ര ബോറടിക്കുമല്ലേ? എന്റെ സ്വന്തം കുട്ടിയവൻ എന്ത് സുന്ദരനല്ലേ കാണാൻ, എന്റെ കണ്ണ് തന്നെ കിട്ടും. ഹലോ, ചുമ്മാതെ ചിരിച്ചാ പോരാ, ആരതി ഒഴിഞ്ഞതല്ലേ, ദക്ഷിണ തരണം. ദേവ് നോക്കി. എടാ കള്ള, എന്തേത് 100 രൂപയോ? വാങ്ങണ്ട, അത് വാങ്ങേ വേണ്ട. നോവേസ്. മേമ, ബാക്കി ഞാൻ ഓൺലൈനിൽ അയച്ചോളാം. അപ്പൊ നിന്റെ കല്യാണം ഓൺലൈനിൽ നടത്താം പോരെ? ശരി, എന്നാ ഇപ്പൊ ഇതിങ്ങിതാ, ബാക്കി ഓൺലൈൻ വഴി ട്രാൻസ്ഫർ ചെയ്തോ. അങ്ങനെ വെറുതെ വിടണ്ടട്ടാ. ഏ അനി, എന്റെ കൂടെ ഒന്ന് വന്നേ. ഇന്ന് നിന്റെ അച്ഛനും അമ്മയും വേണമായിരുന്നു ഇതൊക്കെ കാണാനേ. അത് പോട്ടെ, വെറുതെ എന്തിനാ? അങ്ങനെ അവസാനം ഞാൻ സ്വപ്നം കണ്ട ആ ദിവസം അങ്ങ് വന്നെത്തി. എന്റെ കൊച്ചുമോന്റെ കല്യാണം അതൊന്ന് കഴിഞ്ഞു കിട്ടിയാ ഒരു ടെൻഷനും ഇല്ലാതെ എനിക്ക് അങ്ങോട്ട് പോകായിരുന്നു. ഓം ശ്രീ വിഷ്ണുമായ സ്വാമിനേ നമഃ. ഓം ശ്രീ വിശ്വകർമ്മണേ നമഃ. ഓം ശ്രീ ഗണപതയേ നമഃ. ഓം ശ്രീ ഗണപതയേ നമഃ. ഓം ശ്രീ വിഘ്നേശ്വരായ നമഃ. ഓം ശ്രീ വിഘ്നേശ്വരായ നമഃ. ഓം ഗണപതായേ നമഃ. ഗണപതായേ നമഃ. ഭഗവാനെ, വാണിച്ചേച്ചി വീണ്ടും വീട്ടിലേക്ക് വരുന്നതിന്റെ സന്തോഷത്തിലാണ് ഞാൻ. ഇത്ര വർഷം എടുത്തെങ്കിലും വീട്ടിലേക്ക് നല്ലൊരു മരുമകളെ തന്നെ പറഞ്ഞയച്ചല്ലോ. ഇനിയെങ്കിലും ഈ വീട്ടിലെ സുഖവും ശാന്തി സമാധാനവും എല്ലാം നിലനിൽക്കട്ടെ.
നിന്റെ ഭർത്താവ് ഈ വീട് പണയം വെച്ചാ കടം വാങ്ങിയത്. എന്റെ ഭർത്താവ് വാങ്ങിയ കടം ഞാൻ വീട്ടിക്കോളാന്ന് നീ അന്ന് വാക്ക് തന്നതാ. ഓം ശ്രീ വിഷ്ണുമായ സ്വാമിനേ നമഃ. ഓം ശ്രീ വിശ്വകർമ്മണേ നമഃ. ഓം ശ്രീ ഗണപതയേ നമഃ. ഓം ശ്രീ ഗണപതയേ നമഃ. ഓം ശ്രീ വിഘ്നേശ്വരായ നമഃ. ഓം ശ്രീ വിഘ്നേശ്വരായ നമഃ. ഓം ശ്രീ വിഘ്നേ ഓം ശ്രീ വിഷ്ണുമായ സ്വാമിനേ നമഃ. ഓം ശ്രീ വിശ്വകർമ്മണേ നമഃ. ഓം ശ്രീ ഗണപതയേ നമഃ. ഓം ശ്രീ നന്നായി വാ മോളെ. ഗണപതയേ. വലിയ വീട്ടിലൊക്കെ എത്തിയ ശേഷം ഞങ്ങളെ ഒന്നും മറക്കല്ലേ. മറക്കരുത് കേട്ടോ. അതെ, തലയിലൂടെ വെള്ളം ഒഴിച്ചാ കാല് വരെ നനയുമെന്ന. അതുപോലെ എല്ലാവരുടെയും ആശീർവാദവും നിനക്കുണ്ട്. വാ, ഇറങ്ങാൻ ലേറ്റ് ആവുന്നു. വാ. നടക്കണ വാ 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 എല്ലാരും ഒന്ന് വേഗം വാ, വേഗം നാട്ടെ. ഇറങ്ങിയാലോ? ശരി. മുത്തശ്ശ, നിങ്ങൾ എന്താ ഈ പറയുന്നത്? മുത്തശ്ശൻ ആഗ്രഹിച്ചൊക്കെ നടക്കുന്നുണ്ടല്ലോ, പിന്നെ എന്താ പ്രോബ്ലം? അങ്ങനെ ചോദിക്കപ്പോ. എനിക്കൊരു ചിന്തയില്ല മോനെ. എന്റെ രാമന്റെ കല്യാണം നടക്കാൻ പോവില്ലേ? സീത എങ്ങോട്ട് കൊണ്ടുവരാൻ പോവാ. കൂടെ സന്തോഷം പരത്തുന്നൊരു കുഞ്ഞു പൂമ്പാറ്റി. അതിൽ കൂടുതൽ എന്താ വേണ്ട എനിക്ക്? പക്ഷേ കല്യാണം വേറെ കുഴപ്പമൊന്നുമില്ലാതെ നടന്നു കിട്ടിയ അത്ര ആശ്വാസം.
എന്റെ സിഹിയുടെ ജീവിതത്തില് ഈ വീട് വലിയൊരു ഭാഗമാണ്. എവിടെ പോയാലും എന്തൊക്കെ ചെയ്താലും തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോൾ വലിയൊരു സമാധാനമാണ്. ശരിക്കും ഞാൻ ഈ വീട് ഒരുപാട് മിസ് ചെയ്യും. അതൊക്കെ നടക്കുവച്ചാ. നടക്കാതെ ഞങ്ങൾ വിടില്ല. കണ്ടില്ലേ, മേമ വാക്ക് പറഞ്ഞാൽ അത് പിന്നെ കഴിഞ്ഞൊന്ന് കൂട്ടിയാ മതി. എന്ത് സംഭവിച്ചാലും ജസ്റ്റ് എൻജോയ് ദ മൊമെന്റ്. ആയിക്കോട്ടെ മോനെ മണവാള, നീ പറഞ്ഞാ പിന്നെ അതുപോലെ. നോക്ക്, പെണ്ണിന്റെ വീട്ടുകാരെ മുമ്പ് നമ്മൾ അവിടെ വേണം. മുത്തച്ഛ സ്റ്റിക്ക്. എല്ലാരും വാടാ മുത്തച്ഛ. നടക്ക്. മാച്ച് ഇപ്പൊ തുടങ്ങി. എല്ലാരും ബസ്സിൽ കയറ് വേട്ടെ. ഭഗവാനെ, വാണിച്ചേച്ചി വീണ്ടും വീട്ടിലേക്ക് വരുന്നതിന്റെ സന്തോഷത്തില ഞാൻ. ഇത്ര വർഷം എടുത്തെങ്കിലും വീട്ടിലേക്ക് നല്ലൊരു മരുമകളെ തന്നെ പറഞ്ഞയച്ചല്ലോ. ഇനിയെങ്കിലും ഈ വീട്ടിലെ സുഖവും ശാന്തി സമാധാനവും എല്ലാം നിലനിൽക്കട്ടെ. സത്യ നിന്റെ വാണിച്ചേച്ചി ഈ വീട്ടിലേക്ക് തിരിച്ചു വരുന്നതിന്റെ സന്തോഷാണോ നിനക്ക്? നീ സന്തോഷിക്ക. പക്ഷെ ഈ വീട്ടിൽ ആരൊക്കെ ബാക്കി വേണമെന്നുള്ളത് തീരുമാനിക്കുന്നത് ഈ ഭാർഗവിയ.